പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്കായിട്ട് അത് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള അവർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ PSC ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ വരും ദിവസങ്ങളിലായിട്ട് PSCയുടെ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. കേരള വാട്ടർ അതോറിറ്റിയിൽ പമ്പ് ഓപ്പറേറ്റർമാരായിട്ടും അതുപോലെ തന്നെ ഓവർസിയർമാരായിട്ടും വിവിധ ഗ്രേഡുകളിൽ ഓവർസിയർമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. നിശ്ചിത എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് നമുക്കറിയാം. ഡിപ്പാർട്ട്മെന്റൽ റിക്രൂട്ട്മെന്റ്, കാൻഡിഡേറ്റ്സ് റിക്രൂട്ട്മെന്റ് അങ്ങനെയാണ്. ഇത്ര വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, അതിനുശേഷം മാത്രമേ ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുക. I+നൊപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാം. അങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. നമുക്കറിയാം, തൊട്ട് മുമ്പ് നടന്ന കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ റിക്രൂട്ട്മെന്റ് അതോടൊപ്പം നടത്തിയിരുന്നു. അപ്പോൾ ആ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത് I+ന്റെ ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉൾപ്പെടെ നമ്മൾ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേ നിലവാരമുള്ള 1ാം റാങ്ക് പ്രൊഡ്യൂസ് ചെയ്ത അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ടും കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നേരത്തെ തയ്യാറെടുപ്പ് ആരംഭിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ടോപ്പ് റാങ്കുകളിൽ എത്തുന്നവർക്കാണ് നിയമനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നു അത്രയും സാധ്യത കൂടുകയാണ്. ഓൾറെഡി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകളാണ്. ഓൾറെഡി നിങ്ങളൊരു PSC പരീക്ഷ ക്രാക്ക് ചെയ്ത് ഉയർന്ന റാങ്ക് നേടി സർവീസിൽ പ്രവേശിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് PSC പരീക്ഷ ക്രാക്ക് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ ആരംഭിക്കുന്നതാണ് ഒരു PSC പരീക്ഷയുടെ ഉയർന്ന റാങ്ക് വാങ്ങിക്കാനുള്ള വൺ ഓഫ് ദ മെത്തേഡ്സ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം I+ കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ, കാരണം തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് നമുക്കറിയാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, ഈ 3 ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാകും ഭൂരിഭാഗം ശതമാനത്തിലും ഈ ഒരു പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതേ സിലബസ് തന്നെ തുടരാനാണ് എല്ലാവിധ സാധ്യതയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ്, ആ ബേസിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക് വൈസ് ടെസ്റ്റുകളൊക്കെ നമ്മുടെ കോഴ്സിലുണ്ട്. കൂടുതൽ MCQ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ആ കോഴ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ 1ാം റാങ്ക് പ്രൊഡ്യൂസ് ചെയ്ത അതേ നിലവാരമുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ട്രയൽ ക്ലാസ്സുകളൊക്കെ കാണാം, എൻറോൾ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നേരത്തെ പഠനം ആരംഭിക്കുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.